ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എനിക്ക് അത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ ദൈവജനങ്ങളെ, നിങ്ങളെല്ലാവരെയും ഈ ചെറിയ വീഡിയോയിലായിട്ട് ഞാൻ യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഏപ്രിൽ 20 ശനിയാഴ്ച 2024 ഈ മാർ തോമസ് തറയിൽ പിതാവ് ഇങ്ങനെ ഒരു ഒരു മാസ് മീഡിയയിൽ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്ന ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോയിൻ്റ് വളരെ ശക്തമായൊരു പോയിൻ്റാണത്. നമ്മൾ കേരളത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേരള സഭയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്കിങ്ങനെ സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ മറ്റെന്തോ പ്രശ്നങ്ങളൊന്നുമല്ല. ശരിയായിട്ടുള്ള നമ്മുടെ പ്രശ്നം ശരിക്കും അദ്ദേഹം പറയുന്നത് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചതാണ് അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമുക്ക് സുവിശേഷം പറയാൻ ആളില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം പറയാൻ. അപ്പോൾ അത് പറഞ്ഞ് സുവിശേഷം പറയുന്നില്ല എന്നില്ല, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ സഭയെ പല വിധത്തിലൊക്കെ മറ്റുള്ളവരൊക്കെ അവഹേളിക്കുകയും നിന്ദിക്കുകയും പ്രയാസപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതിൻ്റെ അടിയിലെന്താ സംഭവം എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞിപ്പോൾ ആദിമസഭയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പീഡനങ്ങളുണ്ടായിട്ടില്ല, ഈശോയിൽ വിശ്വസിച്ചിട്ടും ഈശോയുടെ സുവിശേഷം പ്രഘോഷിച്ചിട്ടും. അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കുമ്പോൾ ഈ ലജ്ജ, അദ്ദേഹം പറഞ്ഞ, അതായത് തോമസ് തറയിൽ പിതാവ് പറഞ്ഞ 2-3 കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതായത് അത് ലജ്ജയാണെന്ന് പറയുന്നത്. സുവിശേഷം പറയാൻ ലജ്ജ, പിന്നെ സുവിശേഷം പറയാൻ ഭയം, പിന്നെ അതുപോലെ തന്നെ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ നോക്കുന്ന ഒരു തരം സുവിശേഷ പ്രഘോഷണം, പിന്നെ രക്ഷയുടെ സുവിശേഷം പറയാതെ പോകുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം ഈ ഫിയാത്ത് മിഷൻ ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക പ്രചോദനവും പ്രേരണയും കൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതൊക്കെ വന്നം, ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ വന്നം, അതാണ് ശരിയായിട്ടുള്ള സുവിശേഷ പ്രഘോഷണം എന്നങ്ങനെ അദ്ദേഹം പറഞ്ഞു വരായിരുന്നു. അപ്പോൾ നമ്മുടെ സമൂഹം സുവിശേഷം പ്രഘോഷിച്ചില്ലെങ്കിൽ ദുർബലമായി തീരും എന്നാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ ഈ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: ഉത്തമമായ പ്രഭാഷണങ്ങളിൽ സഹിഷ്ണുത കാണാത്ത കാലം വരുമെന്ന് പറയുന്നത്. അപ്പോൾ ആളുകളിങ്ങനെ ഒരു ലോകത്തിൻ്റെ ഒരു ലോകാരൂപി ഉണ്ടല്ലോ ഇവിടെ. ആ ലോകാരൂപി പ്രകാരം എന്താ വെച്ചാൽ ഈ കേട്ടതിനോട് ഒരു മടുപ്പ്. അങ്ങനെയാണല്ലോ ഈ ഡൈവോഴ്സൊക്കെ വന്നത്. എങ്ങനെയാണ് ഡൈവോഴ്സ് വന്നതെന്ന് വെച്ചാൽ ഒരു മടുപ്പ് തോന്നും ആ വ്യക്തിയോട്. അങ്ങനെയാണ് ഡൈവോഴ്സ്. പല വിധത്തിലെ മടുപ്പിൻ്റെ അരൂപി എന്ന് പറഞ്ഞാൽ ലോകാരൂപിയാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ എല്ലാ ദിവസവും ഇഡ്ഡലിയാണ് കൊടുക്കണമെങ്കിൽ ആ ഇഡ്ഡലി കഴിച്ച് ഈ ഇഡ്ഡലി കഴിച്ച് മടുത്തു. ഈ മടുപ്പിൻ്റെ പ്രസംഗം നമ്മൾ ഇവിടെ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മരുഭൂമിയിലായിരുന്നപ്പോൾ അവർ ഈ സംഖ്യാപുസ്തകത്തിൽ 21:4 ഇങ്ങനെ പറയുന്നുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മയുടെ, ചെക്ക് ചെയ്യുന്നതല്ലാണ്. പക്ഷേ അവർ പറഞ്ഞത് ദൈവത്തിനെ ഭയങ്കര വേദനിപ്പിച്ചു. അതായത് ഈ നശിച്ച മന്ന തിന്ന് ഞങ്ങൾ മടുത്തു എന്ന് പറയുന്നൊരിതുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെയൊക്കെ മുമ്പിൽ, എന്തെങ്കിലും ഒരു സാഹചര്യത്തിന് മുമ്പിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ജീവിക്കേണ്ടത്. ഇത് നമ്മുടെ വീടല്ല, ഇത് നമ്മുടെ നാടല്ല, ഇവിടെ ശരിക്കും നമ്മുടെ നാട് സ്വർഗമാണ്. നമ്മുടെ ആ നാട്ടിലോട്ട് പോകാനുള്ള ഒരു തൽക്കാലമായൊരു ജീവിതമാണ് ഈ ലോക ജീവിതം. അത് സുവിശേഷം പഠിച്ചാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് നമ്മൾ ഈ ലോകത്തിന് കൊടുക്കേണ്ടത്. നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട മക്കളാണ് നമ്മൾ. ഇതാണ് സുവിശേഷം. ഈ ലോകത്തിൽ നമ്മൾ പുറന്തള്ളപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല എന്നും ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നുവെന്നും ആ ഈശോ നമ്മുടെ കൂടെ. അതുകൊണ്ടാണ് മത്തായി അപ്പോസ്തലന്റെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നത്, ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ അതുതന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 18-ലും 16-ലൊക്കെ പഠിപ്പിക്കുന്നത്. 16-ാം വാക്യത്തിൽ, 18-ാമത്തെ വാക്യത്തിൽ, 26-ാമത്തെ വാക്യത്തിലൊക്കെ പഠിപ്പിക്കുന്നതാണ്, നിങ്ങൾക്ക് ഒരു സഹായകനെ തരും എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ അടുത്ത് തന്നെ ആഘോഷിക്കാൻ പോകുന്ന പെന്തക്കോസ്ത പെരുന്നാൾ. അപ്പോൾ ഈ ഒരു സത്യത്തിനെ ശരിക്കും
ഉൾക്കൊള്ളാനും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ദൈവവചനം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ആ സ്വഭാവം നമുക്ക് വേണം. പരിശുദ്ധ അമ്മയുടെ സ്വഭാവം എന്ന് വെച്ചാൽ അമ്മ ഹൃദയത്തിൽ ഇതിനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നത്. നമ്മൾ വചനത്തെപ്പറ്റി കുറേ കാര്യങ്ങൾ പഠിക്കണം. ഒന്നാമത്തെ കാര്യം, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുന്ന യോഹന്നാൻ്റെ സുവിശേഷം 15:5 ഒരു വചനമുണ്ട്. അപ്പോൾ എന്നെ കൂടാതെ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം കൂടാതെ, കാരണം വചനം മാംസമായതാണല്ലോ ഈശോ. യോഹന്നാൻ 1:14 പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതാണ് സത്യം, അതാണ് രക്ഷയുടെ തുടക്കം. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് കിട്ടുന്നത് ഈ വചനത്തിലാണ്. വചനം എന്ന് പറയുമ്പോൾ അത് ഈശോയാണ്. ആ ഈശോയെ ഒരു വചനത്തെ കൂടുതൽ ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോയെ തന്നെ ധ്യാനിക്കുന്നു എന്നുള്ളതാണ്. അതാണ് പരിശുദ്ധ അമ്മയിൽ സംഭവിച്ചത്. അമ്മയിൽ ദൈവവചനം തന്നെ ഞങ്ങൾ വളർന്ന് ഈശോയായിട്ട് മാറി. എന്നിട്ട് ആ ഈശോയെ നമ്മൾ ഇപ്പോൾ കുർബാനയിൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ ആ ഈശോയെ നമ്മൾ കുർബാനയിൽ ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ ആ ഈശോയെ നമ്മളിങ്ങനെ ഓർക്കണം, നിരന്തരം ഓർക്കണം. അതാണ് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും പറ്റുന്ന ഏത് സാഹചര്യം വന്നാലും, ചിലപ്പോൾ വല്ലവരും പീഡിപ്പിക്കുന്നതായിരിക്കും, ചിലർ ഒറ്റപ്പെടുത്തുന്നതായിരിക്കും, ചിലർ നമ്മൾ സാമ്പത്തികമായി ഞെരുക്കുന്നതായിരിക്കും, ചിലപ്പോൾ കുഞ്ഞില്ലാത്തതായിരിക്കും, ചിലപ്പോൾ രോഗമായിരിക്കും. എന്തൊക്കെ അവസ്ഥ ആയിക്കൊള്ളട്ടെ, അത് ഈശോയുമായിട്ട് പങ്കുവയ്ക്കുക. നിൻ്റെ കൂടെയുള്ള ഈശോ, നിൻ്റെ ഉള്ളിലുള്ള ഈശോ, നിന്നെ വിളിച്ച ഈശോ, നിന്നെ സ്വന്തമാക്കുന്ന ഈശോ. അപ്പോൾ ആ ഒരു അത് അരൂപിയും ഈശോയും കൂടി ഒന്നിച്ചുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഞാൻ പറയും, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും ഈ ഈശോ ആണ്, ഈശോയുടെ അരൂപിയും കൂടിയാണ്. അതാണ് അതിൻ്റെ പിതാവായ ദൈവം. എന്നിട്ട് അവസാനത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 10-30 വാക്യം പഠിക്കുമ്പോൾ നമുക്ക് കാരണം ഈ ഞാനും പിതാവും ഒന്നാണെന്ന് പറയുന്നൊരു സംഭവം കൂടിയുണ്ട് അവിടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവം ഒന്നാണ്. ആ ഒന്നായ ദൈവം തന്നെയാണ് ഇത് സർവ്വതും. ഈശോ എന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാലും പിതാവെന്ന് പറഞ്ഞാലും. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതി, ഇതിൻ്റെ സത്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അഗസ്തീനോസ് ഞങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞത്. അതായത് ഞാൻ അങ്ങയിലെത്തുന്നവരെ ഞാൻ അസ്വസ്ഥനാണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അങ്ങയിൽ വിലയം പ്രാപിക്കുന്നവർ, അങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താവട്ടെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവം തന്നെ മനുഷ്യനായിട്ട് ഇവിടെ വന്നു. ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കണം. അത് തന്നെയാണ് ഇപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം നമ്മളിപ്പോൾ 5-ാമത്തെ ഞായറാഴ്ചത്തെ സുവിശേഷത്തെ നോക്കുമ്പോൾ ആ സുവിശേഷം എന്താണ്? മുന്തിരിച്ചെടി ശാഖ. അത് എന്തൊരു ബന്ധമാണത്! അങ്ങനത്തെ ഒരു ബന്ധം ഈശോയോട് നമ്മൾ എവിടെയായാലും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു വിശ്വാസമാണ് നമ്മിൽ വളരേണ്ടത്. ആ വിശ്വാസം വളർന്നു കഴിഞ്ഞാൽ ആ ഈശോയുടെ ആത്മാവ് നമ്മിൽ വേണ്ടത് ചെയ്യിപ്പിക്കും, വേണ്ടത് പറയിപ്പിക്കും. ഒരു സ്ഥലത്തും ആ വചനം പറയാൻ മടിയോ ആ വചനം പറയാൻ പേടിയോ ഒന്നും ഉണ്ടാകത്തില്ല. പോട്ടെ നോക്കണം. കാരണം നമ്മുടെ ഈ കഴിഞ്ഞ ബിഷപ്പ് മാരിയോസ് എന്നാണ് പറയുന്നത്, ആരാണ് കത്തി കൊണ്ട് കുത്തിയത് കണ്ടില്ലായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കൊന്നും ഇഷ്ടമല്ലാത്ത വിധത്തിൽ അദ്ദേഹം പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കൊന്നു. മെൽബണിൽ വെച്ച് ഒരു യുവാവ് വന്ന് കയറി ചെന്ന് കുത്തി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നിട്ട് അതിനെടുത്ത് എന്താണ്, അദ്ദേഹം ആ വ്യക്തിയോടൊക്കെ ക്ഷമിച്ചു. ഞാൻ പറയുന്നത്, നീ എൻ്റെ മോനായിട്ട് ഞാൻ കണക്കാക്കുന്നു, എനിക്ക് യാതൊന്നുമില്ല, നിനക്ക് ഇതിനോടുള്ള വിരോധമൊന്നുമില്ല. കാരണം ഈശോയുടെ വചനമാണത്. വചനം അദ്ദേഹത്തിലുള്ളത് കൊണ്ട് അങ്ങനെ പറയാൻ പറ്റുന്നത്. നമുക്കൊരു വൈരാഗ്യം തോന്നുകയാണെങ്കിൽ അത് ഈ ലോകത്തിൻ്റെ അരൂപി നമ്മളിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ശരിക്കും വചനം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഈശോ പഠിപ്പിച്ച വലിയൊരു കാര്യം. ഈ ലോകം പഠിപ്പിക്കുന്നതിന് എല്ലാവരും ശത്രുക്കളായിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയല്ല, ഈശോ പറയണേ നമുക്ക് ശത്രു ഇല്ല എന്നുള്ളതാണ്. ശത്രു എന്ന് പറയുന്ന സംഭവം അതൊരു പിശാചിൻ്റെ അരൂപിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരുത്തിനോട് വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റാഴിക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മളിലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഈശോ പറഞ്ഞതല്ലാതെ, ഈശോയുടെ ജീവിത ശൈലിയല്ല, ഈശോയോട് ബന്ധപ്പെടാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിലോട്ട് വരണമെങ്കിൽ ഈശോ തരും അത്. ഇപ്പം തന്നെ എന്തൊരു വിരോധിയായിരുന്നു ഈ പൗലോസ് അപ്പോസ്തലൻ സാവൂളെന്ന് പറഞ്ഞ ആൾ. അയാൾ പിന്നീട് വിശുദ്ധനായി മാറി. കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞു അദ്ദേഹത്തിൽ. കാരണം അദ്ദേഹം എളിമപ്പെട്ടു, അദ്ദേഹം വിശ്വസിച്ചു, അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റിയ കാര്യങ്ങൾ കിട്ടി അദ്ദേഹത്തിന്.
അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വന്നപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കാര്യത്തിൽ. അതായത് ശരിക്കും ആ ദൈവത്തിൻ്റെ അരൂപി നിറയണം. ആ അരൂപി എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 7-37 പറഞ്ഞു, ദാഹിക്കുന്നവർ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവൻ്റെ നീരുറവ പുറപ്പെടുമെന്ന് പറയുന്നത്. ഈ ജീവൻ്റെ നീരുറവ നമ്മളുടെ ചുറ്റുപാടേക്ക് പുറപ്പെടാൻ പറ്റിയ ഒരു വിശ്വാസ ജീവിതം നമ്മളിൽ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ അങ്ങേറ്റം ശ്രമിക്കണം. അത് വളർത്തുന്ന സ്ഥലം വീട്ടിൽ നല്ല പ്രാർത്ഥന ജീവിതം ഉണ്ടായിരിക്കുക, വീട്ടിലതിനെപ്പറ്റിയൊക്കെ പറയാനായിട്ട് വലിയ സന്തോഷം തോന്നുക. അതുപോലെ തന്നെ അത് കിട്ടാനായിട്ട് പള്ളിയിലൊക്കെ പോവുക, പള്ളിയിലേക്ക് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ അതനുസരിച്ച് ആ പള്ളിയിൽ കുർബാനയിൽ കുമ്പസാരത്തിൽ കൂദാശകളൊക്കെ പങ്കെടുക്കുക, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അവിടെയെല്ലാം ഈ കള്ളം കയറാനായിട്ട് ഇടവരുത്. കള്ളൻ എന്ന് വെച്ചാൽ പിശാചാണ്. പിശാച് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 10:10 പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ കള്ളം കയറാനായിട്ട് ഇടവരുത്. അപ്പോൾ നമുക്ക് എവിടെയും ഈ ഈശോ പഠിപ്പിച്ചതിനെ പറയാനായിട്ട് ഒരു ആത്മീയ ശക്തി വേണം, പരിശുദ്ധാത്മ ശക്തി വേണം. ഇവിടുത്തെ ലോകാരൂപി എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ അരൂപി, ആ അരൂപി നമ്മളെ പേടിപ്പിക്കുകയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ധരിച്ച്, ഞാൻ ഇവിടുത്തെ ഇത് കേട്ടപ്പോൾ എന്തെന്നാ പറഞ്ഞത്, മണിപ്പൂരിലെ ആ സംഭവം കേട്ടപ്പോഴും അവിടെ നമ്മൾ ജോണച്ചൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു ഗോത്രത്തിൻ്റെ മുമ്പിൽ, ഗോത്രത്തലവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരു കപ്പിളിനെ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ, ഒരു ഭാര്യയും ഭർത്താവിനെ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ അവരെ പീഡിപ്പിക്കണം അങ്ങേയറ്റം. അപ്പോൾ അയാളുടെ ഭാര്യനെ കൊന്നോ അല്ലെങ്കിൽ ഭർത്താവിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ ഏറ്റുപാടിയെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കലും പിന്തിരിഞ്ഞു പോകില്ല, മുമ്പിൽ കുരിശാണ്, പുറകിൽ ലോകമാണെങ്കിലും ഞാൻ ഈശോയിൽ നിന്ന് വിട്ടുപോകത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പ്രഖ്യാപിച്ചെന്ന് പറയണേ. അതൊക്കെ തന്നെ അങ്ങനെ സംഭവം നടക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, നമുക്ക് തരും ദൈവം. ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ല. അതാണ് നമ്മൾ പഠിക്കേണ്ട വലിയ പാഠം. അപ്പോൾ ആ ഒരു ചൈതന്യം നമുക്ക് കൊടുക്കാമെന്ന് പറയണം. സത്യത്തിലേ നമുക്ക് വളരുള്ളത്, കള്ളത്തിൽ വളരില്ല. അപ്പോൾ ഒത്തിരി കള്ളം ചെയ്യണമെന്നുള്ളൊരു ചുറ്റുപാടാണ് ഈ ലോകത്തിൽ നടക്കുന്നത്. കള്ളം അത് ആ പിശാചിൻ്റെ അരൂപിന് ആദ്യം തന്നെ ആദ്യ മാതാപിതാക്കന്മാരെ നശിപ്പിച്ച ഒരു അരൂപിയാണത്. അപ്പോൾ വചനത്തിൻ്റെ ശക്തിയെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കണേ. ഇപ്പം എന്താണ് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 4:12 പറയുന്ന വചനമുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ വചനം, എന്തെന്നതിന് പറയണം, ദൈവത്തിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് എന്നൊക്കെ പറയുന്ന വചനമില്ലേ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റി പറയുമ്പം യോഹന്നാൻ 15:3 പറയും, എൻ്റെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. ഇതൊക്കെ നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ്. ഇതെങ്ങനെ എന്നെ ശുദ്ധീകരിക്കും എന്നൊക്കെയുള്ള നമ്മൾ നോക്കണം. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് ശരിക്കും സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു മാറ്റം സംഭവിക്കും. അപ്പം ദൈവത്തിൻ്റെ വചനം ഈശോ തന്നെയാണ്. ഈശോയെ തന്നെ അങ്ങോട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ മാറ്റമാണ് ഇപ്പോൾ പൗലോസ് അപ്പോസ്തലന് കിട്ടിയത്. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ കിട്ടിയത്. പത്രോസ് അപ്പോസ്തലന് അതൊക്കെ കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം പത്രോസ് അപ്പോസ്തലനെ മത്തായി അപ്പോസ്തലൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യം പറയുന്നത്, അങ്ങ് ക്രിസ്തുവാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ്. അതൊക്കെ അവരുടെ മുമ്പിൽ അവർ പരസ്യമായിട്ടാണ് പറയണത്. അപ്പോൾ ആ വചനങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൂടുതൽ ധ്യാനിക്കണം. പരിശുദ്ധ അമ്മയെപ്പോലെ ധ്യാനിച്ച് അത് സ്ഥാനത്തും അസ്ഥാനത്തും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതല്ലേ, സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ നമ്മൾ ഈ വചനങ്ങൾ പറയാൻ നോക്കണം. അപ്പോൾ അതിൻ്റെതായ ഒരു ഫലം ഉണ്ടാകും. ഈ മത്തായി അപ്പോസ്തലൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുക, അതായത് ഈ വിത്ത് ഇങ്ങനെ വിതയ്ക്കാൻ പോകണ ഉപമ പറയുന്ന സംഭവം. അപ്പോൾ അതങ്ങനെ മുളക്കുമെന്ന് പറയണേ. പക്ഷെ അത് തട്ടിത്തെറിപ്പിച്ച് നശിപ്പിച്ച് കളയരുത്, ചവിട്ടിക്കുട്ടി കളയരുത്, വഴിയരികിലായിപ്പോരുത്. ശരിക്കും അതിന് വളരാനായിട്ട് അനുവദിക്കണം. ഹൃദയത്തിൽ, ശുദ്ധ ഹൃദയത്തിലേ വളരുള്ളൂ, നല്ല ഹൃദയത്തിലേ വളരുള്ളൂ വചനം. അപ്പോൾ ഈ തരത്തിലുള്ള ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. മാതാപിതാക്കന്മാരും വൈദികരും എല്ലാവരും തന്നെ ഏറ്റെടുക്കണം. ഏറ്റെടുത്തുള്ളൊരു വചനം അർപ്പണത്തിന് സമയം കണ്ടെത്തുന്ന ഒരു ജീവിതം. പലപ്പോഴും നമുക്ക് പേടി തോന്നും, അയ്യോ ഈ പള്ളിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം എങ്ങനെ കഴിയുമെന്ന്.
ഒന്നും നോക്കേണ്ടെന്നവരാണ്. മത്തായി അപ്പോസ്തലൻ 6-27 വാക്യത്തിലൊക്കെ പറയുന്നു, ആകാശത്തിലെ പറവകളെ നോക്ക്. അതുപോലെ തന്നെ ഈ ലില്ലി പുഷ്പങ്ങളൊക്കെ നോക്കെന്നും പറഞ്ഞ് അവിടെ എഴുതി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഏതാണ്ടൊക്കെ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്നുള്ള ഒരു തെറ്റായ ധാരണ വിശ്വാസികളായി നമ്മൾ കയറിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിപാലന എന്നുള്ള ഒരു സംഭവമുണ്ട്, ദൈവത്തിൻ്റെ കൃപ എന്നുള്ളൊരു സംഭവമുണ്ട്. ദൈവം ഇങ്ങനെ നിരന്തരം രാപകലിങ്ങനെ നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് സഭ സ്ഥാപിച്ചിരിക്കുന്നത്. ആ സഭേനെയൊക്കെ നമ്മൾ വളർത്താൻ നോക്കണം. അതിന് നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും? സഭയിലെ അംഗങ്ങളൊക്കെ എഫേസസ് സഭേനെയൊക്കെ വളർത്താനായിട്ടൊക്കെ ചെയ്ത പരിപാടിയൊക്കെ ഭയങ്കര, അതുപോലെയുള്ള ആ അരൂപി നമുക്ക് കിട്ടണം. നമ്മളെന്നുള്ള സ്വാർത്ഥത വെക്കാതെ ദൈവമാണ് എനിക്ക് ഈ ആരോഗ്യം തന്നത്, ദൈവമാണ് എനിക്ക് ജീവൻ തന്നത്, ദൈവമാണ് എനിക്ക് ജോലി തന്നത്, ദൈവമാണ് ഇതെല്ലാം നടത്തിയത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ കാര്യങ്ങൾ വളർത്താനായിട്ട് ഞാനിതാ അറ്റ്ലീസ്റ്റ് ദശാംശം എന്നുള്ള ആശയങ്ങളൊക്കെ നമ്മൾ ശക്തമാകണം. അതൊക്കെ പിശാച് നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ നോക്കുമ്പോൾ അതാണ് വിത്തെന്നൊക്കെ പറയുന്നത്. ആ വിത്തൊക്കെ നശിപ്പിച്ച് കളയും. പറവകളെ കൊത്തിക്കൊണ്ടു പോകുന്നൊക്കെ പറയുന്ന പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. അപ്പോൾ നടത്താതിരിക്കാൻ നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ജാഗരൂകരായിരിക്കുന്നത്. ജാഗരൂകത എന്ന് പറഞ്ഞാൽ ഇവിടെ ദുഷ്ടാരൂപി പ്രവർത്തിക്കുന്നുണ്ട്. അത് പലരിലൂടെയും നേരിട്ട് വന്നാൽ ചില കൂട്ടുകാരിലൂടെ ആയിരിക്കും, ചില സിനിമയിലൂടെ ആയിരിക്കും, അതായത് നമ്മളിലുള്ള ദൈവാരൂപിയും ദൈവപ്രവർത്തനങ്ങൾ നശിപ്പിക്കാൻ നോക്കുന്ന ഒരു അരൂപി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എതിർക്കാനല്ല പോകണ്ടേ, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇവിടെയൊക്കെ ശക്തി വരേണ്ടത് ദൈവത്തിൽ നിന്നാണ്. ഇപ്പോൾ ഇസ്രായേൽ മക്കളെ നശിക്കാൻ പോയപ്പോൾ ഇസ്രായേൽ മക്കൾ എന്താണ് അവർ പ്രാർത്ഥിച്ചു. പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ അവസാനം വായിക്കാൻ പറയാൻ പറ്റും. ദൈവം ആ കരച്ചിലും പ്രാർത്ഥനകളൊക്കെ കേട്ട് ദൈവം ശക്തി അയച്ചു, ദൈവം ശക്തിപ്പെടുത്തി, ദൈവം വന്നിറങ്ങി രക്ഷിച്ചു. ഈ ഒരു അരൂപിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എന്ത് കണ്ടാലും ദൈവത്തിലേക്ക് ഉയർത്തുക, അല്ലാണ്ട് അതിന് പകരം ചെയ്യാൻ നമ്മൾ തന്നെ അതിനെ ചെയ്യാൻ പോകുന്നു. അതൊരു സുവിശേഷ പ്രവർത്തനമല്ല. നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് അതിനെ നേരിടാനും നിരന്തരം ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളാണ് വേണ്ടത്. ആ ഒരു ബന്ധം ദൈവമാണ്. എന്നിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നോക്കണം. അവനവൻ മഹത്വം കൊടുക്കാനൊക്കെയുള്ള ഒരു പിശാചിൻ്റെ പ്രേരണ. അതുകൊണ്ടാണല്ലോ ആദത്തിനോട് ഹവ്വായോടും പറഞ്ഞത്, അത് നിങ്ങളുടെ കണ്ണ് തെളിയും, നിങ്ങൾ ദൈവത്തെപ്പോലെ ആകും. അതിലങ്ങോട്ട് വീണുപോയി അവർ. കണ്ട, അതൊരു പ്രലോഭനമാണത്. അതുപോലത്തെ പ്രലോഭനങ്ങൾ ഇപ്പോഴും നമ്മളുടെ കൊച്ചുങ്ങൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പനും അമ്മയും മര്യാദക്ക് കൊച്ചുങ്ങളെ ആ ദൈവത്തിൻ്റെ ഭയത്തിൽ, ദൈവഭയത്തിലും പരിശുദ്ധാത്മ നിറവിലും വളർത്തിയില്ലെങ്കിൽ, അതാണ് ഇന്നത്തെ എന്താണ് അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 31-ാമത്തെ വാക്യത്തൊക്കെ പഠിപ്പിക്കുന്നത്. അതായത് എത്രയാണ് അപ്പോസ്തല പ്രവർത്തനം 9-31 പഠിപ്പിക്കുന്നതാണ്. ആ സഭയുടെ കണ്ട പ്രത്യേകതയാണ് ദൈവഭയം ഉണ്ടവർക്ക്. അവർ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു എന്താണ് കംഫർട്ട്, ആ ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. പരിശുദ്ധാത്മാവ് നൽകുന്നൊരു സുരക്ഷിതത്വ ബോധം. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് പണമുണ്ട് അല്ലെങ്കിൽ മസലുണ്ടെന്നല്ല പറയേണ്ടത്. നമ്മളുടെ കൂടെ ഈശോയുണ്ട്, നമ്മളുടെ കൂടെ ഈശോയുടെ അരൂപിയുണ്ട്. ആ ഒരു പ്രഘോഷണം നമ്മുടെ ഓരോ മനസ്സിൽ നിന്നും, ഓരോ വിശ്വാസിയുടെ മനസ്സിൽ നിന്നും ധൈര്യസമേതം തന്നെ വിറച്ച് അതിനങ്ങോട്ട് പറഞ്ഞേക്കണം. അതിൽ ചിലപ്പോൾ മരിച്ചു പോയണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ദൈവം അനുവദിച്ചിട്ടാണ് നമ്മളെ മരിക്കണം. അല്ലെങ്കിൽ ദൈവം അനുവദിക്കാതെ നമ്മളെ മരിക്കുന്നില്ല. ദൈവം നമുക്കൊരു പദ്ധതി തന്നിട്ടുണ്ട് ജീവിതത്തെ പറ്റി. അതല്ലേ യെരമ്യാ പ്രവാചകൻ 29:11 പഠിപ്പിക്കുന്നത്. അതായത് നിന്നെപ്പറ്റി എനിക്കൊരു പദ്ധതിയുണ്ട്, നിൻ്റെ നാശത്തിനുള്ള, നല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.